കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇവിടെ വളരെ ആകർഷകമായ ഒരിടമുണ്ട്. കുട്ടികൾക്ക് വേണ്ടി മാത്രമായുള്ള സ്റ്റുഡൻസ് കോർണർ. കുട്ടികളുടെ പുസ്തക പരിചയവും അവരുടെ പുസ്തകാവതരണവും കലാപരിപാടികളും ഒക്കെയായി ഇവിടെ ആകെ സംഗതി വൈബാണ്. അപ്പോൾ ഇന്ന് ഈ പുസ്തകമേളയിലുള്ള സ്റ്റുഡൻസ് കോർണറിലുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. ലോകത്ത് പുസ്തകോത്സവവും കൾച്ചറൽ ഫെസ്റ്റിവലും നടക്കുന്ന ഏക നിയമസഭാ മന്ദിരം നമ്മുടെ കേരളത്തിൻ്റെതാണ്. ഒരാഴ്ചക്കാലം വായനയുടെയും അറിവിന്റെയും തലസ്ഥാനമായി അക്ഷരാർത്ഥത്തിൽ കേരള നിയമസഭ മാറുന്ന കാഴ്ച. ഇവിടെ എത്തുന്ന ഏവരെയും ഏറെ ആകർഷിക്കുന്ന ഒരിടമുണ്ട് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡൻസ് കോർണർ. പുതുതലമുറയെ എഴുത്തിന്റെയും വായനയുടെയും വഴിയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുസ്തകോത്സവത്തിൽ സ്റ്റുഡൻസ് കോർണർ സജ്ജമാക്കിയിട്ടുള്ളത്. പുസ്തകാസ്വാദനം, പ്രമുഖരുമായുള്ള സംവാദ പരിപാടികൾ, ഫാഷൻ ഷോ, മാജിക് ഷോ, ക്വിസ് മത്സരം തുടങ്ങി വിദ്യാർത്ഥികളുടെ സർഗവാസനകളെയും അഭിരുചികളെയും തൊട്ടുണർത്തുന്ന പരിപാടികൾ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3-ാം പതിപ്പിലാണ് നമ്മൾ സ്റ്റുഡൻസ് കോർണർ എന്ന് പറയുന്ന പ്രത്യേക ഒരു സെഗ്മെൻറ്റ് നമ്മൾ ആരംഭിച്ചത്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 4-ാം പതിപ്പിലേക്ക് എത്തുമ്പോൾ 4-ാം പതിപ്പിൽ നമ്മൾ കുട്ടികൾക്കായിട്ട് ആകർഷകമായ പരിപാടികളാണ് സ്റ്റുഡൻസ് കോർണറിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ രാവിലെ 9:30 സ്റ്റുഡൻസ് കോർണർ പരിപാടികൾ ആരംഭിക്കും. രാവിലെ 9:30 മുതൽ 2 മണി വരെ സ്കൂൾ കുട്ടികൾക്കായും ഉച്ചയ്ക്ക് 2:30 മുതൽ 4:30 വരെ കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ ഉള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്കായിട്ട് മാജിക് ഷോ, പപ്പറ്റ് ഷോ, ഇൻട്രാക്റ്റീവ് സെഷൻസ്, കുട്ടികൾക്ക് കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. അതുകൂടാതെ പ്രകാശനങ്ങൾക്കുള്ള അവസരമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ട്. അതുകൂടാതെ കോളേജ് വിദ്യാർത്ഥികളുടെ പ്രോഗ്രാംസ് അവതരിപ്പിക്കാം, അവരുടെ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള അവസരമുണ്ട്. ഇത്തവണത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ചേർന്നിട്ട് നമ്മൾ അവിടെ കുട്ടികളുടെ ഫാഷൻ ഷോ ഞായറാഴ്ച വൈകിട്ട് ഒരു പ്രത്യേക ഒരു പരിപാടിയുണ്ട്. പിന്നെ ഇത് കൂടാതെ ക്വിസ് മത്സരവും നമ്മൾ ഈ സ്റ്റുഡൻസ് കോർണറിൽ വെച്ച് നടത്തുന്നു. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വർഷത്തെ എല്ലാ ദിവസവും ഉണ്ട്. 7 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും സ്റ്റുഡൻസ് കോർണറിൽ പരിപാടികൾ ഉണ്ടായിരുന്നു. നമ്മൾ കുട്ടികളെയാണ് കൂടുതൽ നമ്മൾ ഈ പുസ്തകോത്സവത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാര്യം കുട്ടികളിൽ ഇപ്പം വായന കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം കുട്ടികൾക്ക് ഈ ഇത്രയും പുസ്തകങ്ങൾ കാണാനും ഈ പുസ്തകങ്ങളെ അടുത്തറിയാനും വായനയെ കൂടുതൽ അവരോട് ആകർഷിക്കാനുമുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പുസ്തകോത്സവം നിയമസഭ സംഘടിപ്പിക്കുന്നത്. ഏകദേശം 200ഓളം പ്രസാധകർ ഇപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റോളുകൾ ഇട്ടിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 200ഓളം പ്രസാധകരിൽ നിന്ന് 300ഓളം സ്റ്റോളുകളാണ് മൊത്തം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ ഇവിടെ കഴിഞ്ഞ 3 പുസ്തകോത്സവങ്ങളിലും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ടാണ് നമ്മൾ ശ്രദ്ധേയമായത്. ഇത്തവണയും വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ഈ പുസ്തകോത്സവത്തിലേക്ക് കടന്നു വരുന്നത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണ്. അവരാണ് ഈ മേളയെ കൂടുതൽ സമ്പന്നമാക്കുന്നതും വ്യത്യസ്തമാക്കുന്നതും ഈ കുട്ടികൾ തന്നെയാണ്. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരവും സ്റ്റുഡൻസ് കോർണറിലുണ്ട്. ഉച്ചവരെ സ്കൂൾ കുട്ടികൾക്കും ഉച്ചയ്ക്ക് ശേഷം കോളേജ് വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ള പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കുട്ടിയെഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിദ്യാർത്ഥികൾ എഴുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുവാനുള്ള അവസരവും സ്റ്റുഡൻസ് കോർണറിലുണ്ട്. കോട്ടയം മാന്നാനം സെന്റ് എഫ്രൈംസ് HSS വിദ്യാർത്ഥിയായ നിവിൻ പ്രമോദ് അങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന കുട്ടിയെഴുത്തുകാരനാണ്. തന്റെ കവിതാ സമാഹാരം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പുസ്തകോത്സവങ്ങളിൽ ഒന്നിൽ പ്രകാശനം ചെയ്യാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് നെവിൻ. അതും കേരളത്തിന്റെ ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് തന്നെ പ്രകാശനം ചെയ്യിക്കാനായത് ഇരട്ടി സന്തോഷം നൽകുന്നുവെന്നും ഈ കുട്ടി എഴുത്തുകാരൻ പറയുന്നു. ഒരിക്കലും കരുതിയിരുന്നില്ല ഇതുപോലെ ഒരു നല്ല വേദിയിൽ വെച്ച് ഇങ്ങനെ ഒരു ചെറിയ പുസ്തകം, അതും ഇതുപോലെ ഒരു നല്ലൊരു വേദിയിൽ വെച്ച വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് അത് പ്രകാശനം ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മറ്റ് പുസ്തകോത്സവങ്ങളിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് സ്റ്റുഡൻസിന് വേണ്ടി പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു സംവിധാനം, ഒരു സ്റ്റേജും കുട്ടികൾക്ക് അവരുടെ പരിപാടികൾ അവതരിപ്പിക്കാനും കുട്ടികളോടുള്ള സംസാരങ്ങളും ചർച്ചകളും എല്ലാം നടത്തുവാനുമായിട്ടൊരു പ്രത്യേക കോർണർ ആദ്യമായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഇന്ദു മാമിൻ്റെ സഹായത്തോടെയാണ്, ഇന്ദു മാമാണ് അതിൻ്റെ കോർഡിനേറ്റർ, മാമാണ് ഇത്രയും മനോഹരമായി ഈ ചെറിയ പുസ്തകവും പ്രകാശനം ചെയ്യാൻ സഹായിച്ചത്. നെവിനെ പോലെ നിരവധി വിദ്യാർത്ഥികളാണ് വായനയോടും പുസ്തകങ്ങളോടുമുള്ള പ്രിയം മൂലം ഇവിടെ എത്തിച്ചേരുന്നത്. പുതുതലമുറയുടെ സർഗവാസനകൾക്കും അഭിരുചികൾക്കും പ്രചോദനമേകുന്ന ഇടമായി മാറുകയാണ് നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവവും അവിടെ ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡൻസ് കോർണറും.
ഡിജിറ്റൽ ഡെസ്ക് കൈരളി ന്യൂസ്.